ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ സുധിയുടെ മോൻ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇൻ്റർവ്യൂവിൽ വന്നിരുന്ന ആങ്കർ ഉണ്ടെങ്കിൽ ഈ ഒരു മോൻ്റെ അടുത്ത് എങ്ങനെയൊക്കെ ചോദിക്കാൻ പറ്റുമോ, ഭയങ്കരമായിട്ട് സ്വന്തം അമ്മ അല്ലെങ്കിൽ പോലും രേണു സുധിയെ പറ്റി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനെ പറ്റിയൊക്കെ കുറേയധികം എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്, മോൻ അത് ഇഷ്ടമാണോ, ഇങ്ങനെയുള്ളത് പ്രശ്നമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് കുറേയധികം കുത്തി കുത്തി ചോദ്യങ്ങളൊക്കെ ഒരു ഇൻ്റർവ്യൂവിൽ ഒരു 30-40 മിനിറ്റ് വീഡിയോ ആണ്. അതിനകത്ത് ഫുൾ ഇത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക. അതൊരു ആ ഒരു മോനെ പറ്റി എന്താ പറയുക, മോനെ കൊണ്ട് തന്നെ പറയിക്കുക എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നുള്ളൊരു കാര്യം അത് വെച്ച് വ്യൂസ് ഉണ്ടാക്കാനും അത് വെച്ച് കണ്ടൻറ് ഉണ്ടാക്കാനൊക്കെ വേണ്ടി ഭയങ്കരമായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. അതിന് വേണ്ടി ആ ഒരു ആങ്കറിനെ കൊണ്ട് കുത്തി കുത്തിയൊക്കെ ചോദിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സുധിയുടെ മോനുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ടുള്ള ഡീലായിട്ട് ചെയ്തിട്ടുണ്ട്, കറക്റ്റായിട്ട് അത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ചെറിയൊരു ക്ലിപ്പ് ഞാൻ ഇവിടെ വെക്കാം. അതിൽ ചോദിച്ച ചോദ്യങ്ങളൊന്ന് കണ്ടു നോക്കൂ. അത്രേ ഉള്ളൂ. അല്ലാണ്ട് അമ്മ അത്രയൊന്നും എക്സ്ട്രീം ലെവലിലേക്കൊന്നും പോയി ചെയ്യേണ്ട അങ്ങനെ അഭിപ്രായമൊന്നുമില്ല. അങ്ങനെയൊന്നും പ്രത്യേകിച്ച്, അതായത് എല്ലാവരുടെയും സംശയം എന്താണെന്നറിയോ, അതായത് അമ്മ ഈ തരത്തിലൊക്കെ ഫോട്ടോഷൂട്ട് ആണെങ്കിലും വീഡിയോസ് ഒക്കെ ചെയ്യുന്ന തരത്തിൽ അങ്ങനെയൊക്കെ പോകുന്ന ടൈമിൽ കാരണം കിച്ചു വളർന്നു വരികയാണ്, ഋതു വളർന്നു വരികയാണ്, അപ്പൊ നിങ്ങൾക്കൊക്കെ നാണക്കേട് ഉണ്ടാവില്ലേ എന്നൊക്കെയാണ് എല്ലാവരുടെയും സംശയം. ഇല്ല, അങ്ങനെയില്ല. അതുപോലെ വീഡിയോ കണ്ടില്ല, ആ ഒരു വീഡിയോയിൽ കണ്ടാൽ തന്നെ ആങ്കർ ചോദിക്കുന്നു, ഭയങ്കര കുത്തി കുത്തി ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇങ്ങനെയൊന്നും കുഴപ്പമില്ലയോ, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇത് വെച്ച് എന്തെങ്കിലും കണ്ടൻറ്റൊക്കെ ഉണ്ടാക്കാം, മോൻ എന്തെങ്കിലും പ്രശ്നമെന്ന് പറഞ്ഞാൽ അത് വെച്ച് എന്താ പ്രശ്നം, എന്താണ് മോന് തോന്നുന്നത്, അങ്ങനെയൊക്കെ പറയാമെന്ന് വെച്ചിരുന്നത്. പക്ഷേ ഉണ്ടെങ്കിൽ സുധിയുടെ മോനുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള രീതിയിൽ തന്നെ അതങ്ങ് ഓഫാക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒന്നുമില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞു. പിന്നെ ഇതേ കണക്ക് ഓരോ ചോദ്യങ്ങൾ അതിനകത്ത് ചോദിച്ചിട്ടുണ്ട്. അതിനകത്ത് പറയുന്ന കുറേ ഇതേ കണക്ക് അമ്മ ചെയ്യുന്നതിന് പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേന് സുധിയുടെ മോനുണ്ടെങ്കിൽ അത് ഭയങ്കര കറക്റ്റായിട്ടുള്ള രീതിയിൽ ഹാൻഡിൽ ചെയ്ത് ഒരു കുഴപ്പമൊന്നുമില്ല, അത് അമ്മയുടെ ഇഷ്ടമാണ്, അമ്മയ്ക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യുന്നതിന് എനിക്ക് കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല, അമ്മയ്ക്ക് ഇഷ്ടമുള്ള എന്താണോ അത് ചെയ്യട്ടെ എന്നുള്ളൊരു കാര്യം സുധിയുടെ മോൻ അത് കറക്റ്റായിട്ട് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ആങ്കർ പിന്നെയും കുത്തി ചോദിക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ അറിയാൻ വേണ്ടി. എത്രയൊക്കെ ശ്രമിച്ചിട്ട് കറക്റ്റായിട്ടുള്ള ഒരു പക്വതയുള്ള രീതിയിലാണ് സുധിയുടെ മോൻ സംസാരിച്ചിട്ടുള്ളത്. ഇങ്ങനെ കണ്ടൻറ്റിന് വേണ്ടി ഇതേപോലത്തുള്ള ഒരു കുട്ടിയടുത്തൊക്കെ വന്നിരുന്ന് ഇങ്ങനെ ചോദിക്കുക എന്ന് പറയുമ്പോഴത്തേന് അതിൻ്റെ അച്ഛൻ്റെ കാര്യവും ഇതിനെപ്പറ്റിയൊക്കെ ചോദിക്കുന്നു. ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ കണ്ടൻറ്റിന് വേണ്ടി ഒരു മാന്യമായിട്ടുള്ള ചോദ്യങ്ങളെങ്കിലും ചോദിക്കാം. പക്ഷേ ഫുള്ളായിട്ടുള്ള ഇതേ കണക്ക് രേണുവിൻ്റെ കുറ്റം പറയിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ വായിന്ന് വീഡിയോ അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഒന്നും തന്നെ അവർക്ക് കിട്ടിയില്ല എന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ ഈ ഒരു കാര്യം കൊണ്ട് തന്നെ കുറേയധികം വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ചോദ്യം ചോദിച്ചു തന്നെ. പക്ഷേ കറക്റ്റായിട്ടുള്ള രീതിയിൽ ആ മകൻ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ വലിയൊരു കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നമെന്നെങ്ങാനും പറഞ്ഞാൽ അതിൽ പിടിച്ച് ഇവർ കയറിയാനെ. എന്തായാലും സുധിയുടെ മോൻ അത് കറക്റ്റായിട്ട് ആ വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. കറക്റ്റായിട്ടുള്ള രീതിയിൽ ആ ആങ്കറിനെ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ നല്ലതായിരുന്നു. സോ ഈ രേണുവിനെ പറ്റി കുറേയധികം വീഡിയോസ് എല്ലാവരും ചെയ്യുന്നതാണ് കുറ്റങ്ങളൊക്കെ പറഞ്ഞത്. എന്നിരുന്നാൽ പോലും ഒരു മോൻ്റെ വിളിച്ചിരുത്തി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അതൊരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. അത് അവർ ആ ഒരു ചാനൽ ചെയ്ത് ഒരിക്കലും ശരിയാണെന്ന് പറയാനും പറ്റത്തില്ല. സോ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നവർ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഒപ്പീനിയൻ അറിയാൻ ആഗ്രഹമുണ്ട്. ഓക്കെ.